പാലക്കാട് പുലിയിറങ്ങി, നഗരത്തിൽ പോലീസ് വേട്ടയാരംഭിച്ചു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ വരുമെന്ന് വിചാരിച്ചത്. പക്ഷേ അതല്ല വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പോകാൻ തീരുമാനിച്ചു. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ചെല്ലും എന്ന് കണക്കാക്കി മനസ്സിലാക്കിക്കൊണ്ട് BJP ശക്തമായ പ്രതിഷേധം MLA ഓഫീസിന് മുന്നിൽ നടത്തിയിരിക്കുന്നു. നാണം കെട്ടവനെ ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ തീരുമാനം. അവിടുത്തെ പ്രൈവറ്റ് പരിപാടികളിൽ, സർക്കാർ പരിപാടികളിൽ വിളിച്ചില്ല എങ്കിൽ പ്രൈവറ്റ് പരിപാടികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട്, അത് കോൺഗ്രസിൻ്റെ പരിപാടികളായിരിക്കണമെന്നില്ല, ക്ലബിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും റെസിഡൻസ് അസോസിയേഷൻ്റെ, അങ്ങനെ ഒരുപാട് പരിപാടി വയ്ക്കാമല്ലോ. പൗരസമിതി, ഇങ്ങനെ പരിപാടികൾക്കൊന്നും പ്രയാസമുള്ളതല്ലല്ലോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പരിപാടികൾ വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം മണ്ഡലത്തിൽ നിറച്ചു നിർത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഗൗരവമായ പ്രതിഷേധവും ഒരു വശത്ത് വരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിലാകെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലെക്സുകൾ, ബോർഡുകൾ, തർക്കങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ രാവിലെ ഒരു പരിപാടിക്ക് പോയിട്ട് വന്നപ്പോൾ അവിടെ എല്ലാം ബോർഡൊക്കെ വെച്ചിരിക്കുന്നു, ഫ്ലെക്സ് വെച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ സൂക്ഷിക്കണം, സ്ത്രീകൾ സൂക്ഷിക്കണം, മുതിർന്നവർ സൂക്ഷിക്കണം, ചെറുപ്പക്കാർ, ഇങ്ങനെ വളരെ മോശമായി. കാരണം ഒരാളിൻ്റെ ഒരു വിഷയം കിട്ടിയ കേരളത്തിൽ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഫാഷൻ എന്ന് പറയുന്നത് ഒരാളിനെ സ്ത്രീ വിഷയം ചുമത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ചവിട്ടി താക്കുക, അങ്ങനത്തെ ഒരു സമൂഹമാണ് നമ്മൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ചെല്ലും. അദ്ദേഹത്തിന് അതിശക്തമായ പ്രതിഷേധമാണ് നേരിടേണ്ടി വരുന്നത്. ഇനിയിപ്പം DYFI, CPM, BJP എല്ലാവരും, പിന്നെ കോൺഗ്രസ്സിലൊഴിച്ചിട്ടുള്ള ബാക്കി എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനെ തടയും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ അവിടെ എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി സംഘർഷത്തിൻ്റെ നാളുകളാണ്. എന്തായാലും പാലക്കാട് നിന്ന് വാർത്ത വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസൊക്കെ ഒരുവിധം ഒതുങ്ങിയെന്നാണ് തോന്നുന്നത്. കാരണം അത് പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് മാറിപ്പോയി. കേസൊക്കെ തർക്കമൊക്കെ തീർന്നു, കേസൊക്കെ ഒതുങ്ങിപ്പോയി. പക്ഷേ കാരണം ഈ നടിയായാലും മറ്റ് കേസ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നവരായാലും വെറുതെ ഇരിക്കുകയാണ്, അവരാരും കേസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ ഒതുങ്ങിപ്പോകാനാണ് സാധ്യതയുള്ളത്. തീർച്ചയായിട്ടും വലിയ രീതിയിലാണ് ഇനി തെരുവിലാണ് സംഘർഷം നടക്കാൻ പോകുന്നത്. അതിൻ്റെ കേളികൊട്ട് ഇന്ന് പാലക്കാട് ആരംഭിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ സംഘർഷം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അത് നമുക്ക് പൊളിറ്റിക്സിൽ എങ്ങനെ വരും എന്ന് നമുക്കറിയില്ല. അദ്ദേഹം നിയമസഭയിൽ വരുമോ ഇല്ല എന്നുള്ളതൊരു വലിയ ചർച്ചയായിരുന്നു. നിയമസഭയിൽ വന്നു, സംസാരിച്ചില്ല, ബാക്ക് ബെഞ്ചിലിരുന്നു. പ്രതിപക്ഷത്തിൻ്റെയും പുറകിൽ കൊടുത്ത ബാക്ക് ബെഞ്ചിലിരുന്നു, സമ്മേളനത്തിൽ പങ്കെടുത്തു, പോയി. അത് വലിയ വിവാദമായില്ല. പക്ഷേ ചെറിയ തോതിലാണ് തിരുവനന്തപുരത്ത് തടയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സോ പാലക്കാട് വന്നാൽ വലിയ തടച്ചിലുണ്ടാകും, അല്ലെങ്കിൽ വലിയ രീതിയിൽ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തും, അദ്ദേഹത്തെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്ന്.